വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കച്ചവട സംരക്ഷണ നിയമം നടപ്പിലാക്കുക, ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി CM അബ്ദുൽ കരീം നിർവഹിച്ചു. CV ജിന്നയുടെ അധ്യക്ഷതയിലാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വഴിയോര കച്ചവട സംരക്ഷണ നിയമം നടപ്പിലാക്കുക, അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കുക, ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPIM ഏരിയ സെക്രട്ടറി CM അബ്ദുൽ കരീം മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VP ഖാദർ, KE നൌഷാദ്, CS സുരേഷ്, MP അബ്ദുൽ ഖാദർ, PC സാബു, TM നസീർ എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരാണ്. സ്വന്തമായി ഒരു മുറിയെടുത്ത് വാടക കൊടുത്ത് സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാക്കി അതിൽ കച്ചവടം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവരാണ് ഈ പാപങ്ങൾ. അതുകൊണ്ട് അവര് സംരക്ഷിക്കപ്പെടണം. ഉപജീവനത്തിന് വേണ്ടി ഒരു സംരംഭം നടപ്പാക്കുമ്പോൾ അതിനെ ദ്രോഹിക്കുകയല്ല വേണ്ടത്, അതിനെ സഹായിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുണ്ടാവും. ഇവിടെ ഒത്തിരി ആളുകൾ അനധികൃതമായി കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തിനാണ് നിങ്ങളെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ലൈസൻസ് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് അത്തരം ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ പെർമിറ്റുള്ള അത്തരം ആളുകളല്ലേ കച്ചവടം ചെയ്യേണ്ടത്? മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുള്ളത്? മുനിസിപ്പാലിറ്റിക്കല്ലേ. ആ മുനിസിപ്പാലിറ്റി അനധികൃതമായി കച്ചവടം ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണവര്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.